വർഷങ്ങൾക്കപ്പുറമുള്ള മലയാള നാട്. ജാതികൾ തമ്മിൽ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഈ നാട്ടിൽ നിലനിന്നിരുന്നു. നടത്തത്തിലും ഇരുത്തത്തിലും ആളുകൾ തമ്മിൽ പാലിക്കേണ്ട ദൂരം ജാതികൾ നിശ്ചയിച്ചു. ഒരു കൂട്ടർ മറ്റൊരു കൂട്ടരെ മൃഗങ്ങളെക്കാൾ താഴ്ന്ന നിലവാരത്തിൽ എണ്ണി. പട്ടിണിയിൽ നിന്ന് രക്ഷപ്പെടാൻ പഠിച്ച കുലത്തൊഴിലുകളുടെ പേരിൽ പലരും അങ്ങേയറ്റം പീഡിപ്പിക്കപ്പെട്ടു. ദുർബല വിഭാഗങ്ങളെ ചവിട്ടി അരയ്ക്കുന്നതിൽ ഓരോ ജാതിയും മത്സരിച്ചു. സമത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഏകദൈവ ദർശനത്തിൻ്റെയും മഹിത സന്ദേശവുമായിട്ടാണ് മലയാള മണ്ണിലേക്ക് ഇസ്ലാം കടന്നുവന്നത്. തൊട്ടുകൂടായ്മയുടെയും തീണ്ടിക്കൂടായ്മയുടെയും അധമത്വത്തിൽ നിന്ന് രക്ഷപ്പെട്ട് മാനവികതയുടെ ഔന്നത്യത്തിലേക്ക് ഉയരാൻ ആഗ്രഹിച്ചവരെല്ലാം ഒരുമിച്ച ഇസ്ലാമിനെ പിന്നീട് ആരാണ് വികലമാക്കിയത്? സൃഷ്ടിപൂജയിൽ നിന്ന് മനുഷ്യരെ രക്ഷിച്ചെടുത്ത ഏകദൈവ ആരാധനയുടെ സന്ദേശം എങ്ങനെയാണ് മലയാളി മുസ്ലിങ്ങളിൽ നിന്ന് പടിയിറങ്ങിയത്? ചുറ്റിലും അതിദ്രുതം പടരുന്ന ഇരുൾ ഉൾവെളിച്ചം ലഭിച്ചവരെ അസ്വസ്ഥതപ്പെടുത്താതിരിക്കില്ല. 1847 മുതൽ 1912 വരെ മലയാളക്കരയിൽ ജീവിച്ച നവോത്ഥാന നായകനായ സനാഉല്ല മക്തി തങ്ങളിൽ മുസ്ലിങ്ങളിൽ പടർന്നുകയറിയ അജ്ഞതയുടെ ഇരുട്ട് വല്ലാത്ത മനോവിഷമമുണ്ടാക്കി. സ്വന്തം ജോലി രാജിവെച്ച് അദ്ദേഹം സാമൂഹ്യ സേവനത്തിൻ്റെ പാത തെരഞ്ഞെടുത്തു. ആഴത്തിലുള്ള അറിവും പ്രസംഗപാഠവും രചനാ വൈഭവവും സാമൂഹ്യ പരിഷ്കരണത്തിനായി മക്തി തങ്ങൾ വിനിയോഗിച്ചു. ഇരുൾ വകഞ്ഞു മാറ്റാൻ വന്നവനെ പുരോഹിതരും അജ്ഞരായ ജനതയും കാഫിറെന്ന് വിളിച്ചു. അറിവുള്ളവരെന്ന് കരുതുന്നവർ പോലും മദ്ഹബി പക്ഷപാതിത്വത്തിൻ്റെ ഇടുങ്ങിയ ഇടങ്ങളിലായിരുന്നു. ഭൂതകാല യാഥാസ്ഥിതികത്വത്തിലുള്ള ഉറച്ചുനിൽപ്പിനെതിരെയായിരുന്നു മക്തി തങ്ങളുടെ പോരാട്ടം. പോർച്ചുഗീസ് അധിനിവേശത്തിനെതിരെ പോരാടിയ കേരള മുസ്ലിങ്ങളുടെ ചരിത്രം പഠിച്ച മക്തി തങ്ങൾ സാംസ്കാരിക അധിനിവേശത്തിനെതിരെ ജ്ഞാനം കൊണ്ടാണ് പൊരുതിയത്. അധിനിവേശ വിരുദ്ധ സമരത്തിൽ ആദ്യമായി പ്രതിരോധിക്കേണ്ടത് സാംസ്കാരിക അധിനിവേശത്തെയാണെന്ന് പ്രഭാഷണങ്ങളിലൂടെയും രചനകളിലൂടെയും മക്തി തങ്ങൾ മലയാളികൾക്ക് പകർന്നു നൽകി. ബ്രിട്ടീഷ് വിരോധം ഇംഗ്ലീഷ് ഭാഷയോട് വേണ്ടെന്ന് മക്തി തങ്ങൾ പറഞ്ഞു. സ്ത്രീകൾക്ക് പള്ളിയും പള്ളിക്കൂടവും വിലക്കിയ പൗരോഹിത്യത്തെ അദ്ദേഹം ഖുർആൻ കൊണ്ട് നേരിട്ടു. കേരള മുസ്ലിം നവോത്ഥാനത്തിന് വ്യക്തിപരമായ നവോത്ഥാന പരിശ്രമങ്ങളിലൂടെ മണ്ണൊരുക്കിയ മക്തി തങ്ങളെക്കുറിച്ച് ചരിത്രകാരന്മാർക്കൊട്ടേറെ പറയാനുണ്ട്. മക്തി തങ്ങളുടെ മുഴുവൻ പേര് സയ്യദ് സനാഉള്ള മക്തി തങ്ങൾ എന്നാണ്. ഞങ്ങളെ നാട്ടുകാരനാണ്. പൊന്നാനി വെളിയങ്കോടാണ് അദ്ദേഹത്തിൻ്റെ സ്വദേശം. കേരളത്തിലും മുസ്ലിങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരായിരുന്നു. പക്ഷെ ബ്രിട്ടീഷുകാർക്കെതിരായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. ആ കൂട്ടത്തിൽ അവർ ഇംഗ്ലീഷ് ഭാഷയ്ക്കെതിരായിരുന്നു, മലയാള ഭാഷയ്ക്കും എതിരായിരുന്നു. ഇംഗ്ലീഷും പഠിക്കാൻ പാടില്ല, മലയാളവും പഠിക്കാൻ പാടില്ല എന്നാണ് അവരുടെ യാഥാസ്ഥിതികരായ ഈ മൗലവിമാരും നേതാക്കന്മാരും ഒക്കെ പ്രചരിപ്പിച്ചിരുന്നത്. മക്തി തങ്ങൾ വാസ്തവത്തിൽ ഇംഗ്ലീഷുകാർക്ക് അനുകൂലമാണ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇംഗ്ലീഷുകാരാണ് ഭരിക്കുന്നത്. അതുകൊണ്ട് അവരെങ്ങനെ ഭരിക്കുന്നു എന്ന് അറിയണമെങ്കിൽ അവരുടെ ഭാഷ രാജഭാഷയാണ് ഇംഗ്ലീഷ്. അത് നമ്മൾ മനസ്സിലാക്കിയേ തീരൂ, അല്ലെങ്കിൽ നമ്മൾ പിന്നിലാവും എന്നുള്ള ബോധമാണ് മക്തി തങ്ങൾക്കുണ്ടായിരുന്നത്. അദ്ദേഹം നല്ല മലയാളത്തിലുള്ള ഒരുപാട് ലിഖിതങ്ങൾ, സമ്പൂർണ്ണ കൃതികൾ ഈയിടെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടല്ലോ. അതിലൊക്കെ അദ്ദേഹം വാദിച്ചിട്ടുള്ള ഇതാണ്, ബ്രിട്ടീഷുകാരായിട്ട് നമ്മൾ അനുകൂലിക്കണമെന്നില്ല, പക്ഷേ അവരെ മനസ്സിലാക്കണം, അവർ രാജ്യത്ത് എന്തെല്ലാം നിയമങ്ങൾ കൊണ്ടുവരുന്നുണ്ട് മനസ്സിലാക്കണം, അവർ നമുക്ക് ഉദ്യോഗം തരികയാണെങ്കിൽ സ്വീകരിക്കണം. ഇങ്ങനെ ഈ വാദഗതിയാണ് അദ്ദേഹം പ്രചരിപ്പിച്ചിരുന്നത്. അതുകൊണ്ട് മുസ്ലിങ്ങൾക്കിടയിൽ തന്നെ, മാപ്പിള സമുദായത്തിൽ തന്നെ ഒരു വലിയ വിഭാഗം മക്തി തങ്ങൾക്കെതിരായിരുന്നു. മക്തി തങ്ങൾക്ക് മറ്റൊരു വശം ഉണ്ടായിരുന്നത്, അദ്ദേഹം ഈ ക്രിസ്തീയ മതപ്രചരണത്തിൻ്റെ, മിഷണറിമാരുടെ മതപ്രചരണത്തിനെ എതിർക്കുകയാണ് ചെയ്തത്. അങ്ങനെ എതിർക്കുന്നത് കൊണ്ട് ആ എതിർപ്പിൽ ഹിന്ദുക്കളും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു തരത്തിലുള്ള ഒരു അനൗപചാരികമായ ഐക്യമുന്നണി എന്ന് പറയാവുന്നതാണ് ഇവർ തമ്മിൽ ഉണ്ടായിരുന്നു. ഹിന്ദുക്കളാണ് പലപ്പോഴും മക്തി തങ്ങളെ അതിശയോക്തിപരമായി വിശ്വാസം പ്രചരിപ്പിക്കുന്ന മുസ്ലിങ്ങളിൽ നിന്ന് തന്നെ രക്ഷിച്ചിട്ടുള്ളതും അഭയം കൊടുത്തിട്ടുള്ളതും ഒക്കെ.
പിന്നെ യാഥാസ്ഥിതികർക്ക് ഇഷ്ടമല്ലാത്ത മറ്റൊരു കാര്യം അദ്ദേഹം ചെയ്തത് സ്ത്രീ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലാണ്. സ്ത്രീകളെ മുന്നോട്ട് കൊണ്ടുവരണം. ഈ 2-3 കാര്യങ്ങളിൽ, ഒന്ന് ഇംഗ്ലീഷ് ഭാഷ പഠിക്കണം, മലയാളം ഭാഷ പഠിക്കണം, സ്ത്രീ വിദ്യാഭ്യാസം നേടണം. ഈ കാര്യങ്ങളിലൊക്കെയാണ് അദ്ദേഹത്തിന് സ്വന്തം സമുദായത്തിൽ തന്നെയുള്ള യാഥാസ്ഥിതികരുടെ എതിർപ്പ് നേരിടേണ്ടി വന്നത്. ക്രിസ്ത്യൻ പാതിരിമാരുടെ പ്രചരണത്തിന് എതിരായിട്ട് 3 പുസ്തകങ്ങളെങ്കിലും നമ്മൾ അറിയുന്നുണ്ട് ഇപ്പോഴും. ഒന്ന് കഠാര കുഠാരം എന്ന് പറഞ്ഞിട്ടുള്ളൊരു പുസ്തകമുണ്ട്, എല്ലാം മലയാളത്തിൽ തന്നെയാണ്. ക്രിസ്തീയ അജ്ഞാന വിജയമാണ് വേറൊരു പുസ്തകം. വേറൊന്ന് ക്രിസ്തീയ മൂഢപ്രൗഢി ദർപ്പണമാണ്. പാർശ്വവൽക്കരിക്കപ്പെട്ട മുസ്ലിം സമൂഹത്തെ മുഖ്യധാരയിലേക്ക് രക്ഷിച്ചെടുക്കാൻ സ്വന്തം സ്വത്ത് വിറ്റ് സാമൂഹ്യ പ്രവർത്തനം നടത്തിയ വക്കം മൗലവിയെ മലയാളികൾക്ക് മറക്കാനാവുമോ? എങ്ങനെയെല്ലാമാണ് വക്കം മൗലവി സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തന രംഗത്ത് ഇടപെട്ടത്? ഒരു ചരിത്ര വിദ്യാർത്ഥിയെ വക്കം മൗലവി അതിശയിപ്പിക്കാതിരിക്കില്ല. വക്കം മൗലവിയുടെ കൂട്ടുകാരായിട്ട് പിന്നെ രംഗത്ത് വന്നിട്ടുള്ള കുറേ പേരുണ്ട്. ആ പാരമ്പര്യം അങ്ങനെ നിലനിന്നു, ശക്തിപ്പെട്ടു വരികയും ചെയ്തു. വക്കം മൗലവി അന്നത്തെ തിരുവിതാംകൂറിലെ രാജഭരണത്തിലുണ്ടായിരുന്ന അഴിമതികളെ തുറന്നു കാണിച്ച് എഴുതിയ ആളാണ്. എഴുതിയെന്ന് വെച്ചാൽ അദ്ദേഹം എഴുതിയെന്നല്ല, അദ്ദേഹം നടത്തിയിരുന്ന സ്വദേശാഭിമാനി പത്രം, അതിൽ പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തിട്ടാണ് രാമകൃഷ്ണപിള്ളയെ പത്രാധിപരാക്കി നിയമിച്ചത്. അവർ തമ്മിലുള്ള കൂട്ടുകെട്ട്, അവർ തമ്മിലുള്ള അന്യോന്യ വിശ്വാസം വാസ്തവത്തിൽ ആധുനിക കേരള ചരിത്രത്തിൻ്റെ അധ്യായങ്ങളിൽ സുവർണലിപികളിൽ എഴുതപ്പെട്ട ഒന്നാണ്. മാഹിൻ ഹമദാനി തങ്ങളുടെ നേതൃത്വത്തിൽ മുസ്ലിങ്ങൾക്കിടയിലെ കക്ഷിവഴക്കുകൾ അവസാനിപ്പിക്കാനായി രൂപീകരിക്കപ്പെട്ട നിഷ്പക്ഷ സംഘത്തിൻ്റെ പ്രവർത്തനം കേരളം മുഴുവൻ വ്യാപിപ്പിക്കുവാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് 1922 കേരള മുസ്ലിങ്ങളുടെ സർവ്വതോമുഖമായ നവോത്ഥാനത്തിന് തുടക്കം കുറിച്ച ആദ്യത്തെ മുസ്ലിം സംഘടനയുടെ പിറവി. ഇത് മുസ്ലിം ഐക്യസംഘത്തിൻ്റെ തറവാട്. ഐക്യസംഘത്തിൻ്റെ ശില്പികളിൽ ഒരാളായ മണപ്പാട്ട് കുഞ്ഞിമുഹമ്മദ് ഹാജിയുടെ ഐക്യവിലാസത്തിന് ആദർശത്തിൻ്റെയും ഐക്യത്തിൻ്റെയും കരുത്തുറ്റ യാഥാർത്ഥ്യമാണ് പകർന്നു നൽകാനുള്ളത്. 1921 മലബാർ ലഹളക്കാലത്ത് അവിടുത്തെ കുറേ ആൾക്കാർ ഇവിടെ വന്ന് അവരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഈ ഇവിടെ അനൈക്യം മുസ്ലിം കുടുംബങ്ങളിൽ, പ്രമാണി കുടുംബങ്ങളിലൊക്കെ അനൈക്യമായിരുന്നു. ആ അനൈക്യം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു സന്ദർഭം കിട്ടി അദ്ദേഹത്തിന്. അദ്ദേഹത്തിൻ്റെ വാപ്പയുടെ ഏറ്റവും വലിയ ശത്രു, വാപ്പ മരിച്ചപ്പോൾ ശത്രുവിനെ പോയി കണ്ട് ഇതിനെപ്പറ്റി സംസാരിച്ച് നമുക്ക് വഴക്കുമയ്യാവലിയൊക്കെ അവസാനിപ്പിക്കണം. ആ അവസാനിപ്പിക്കുന്നതോടൊപ്പം തന്നെ നാട്ടിലുള്ള എല്ലാ വഴക്കുമയ്യാവലിയും അവസാനിപ്പിക്കണം. അങ്ങനെയാണ് ഇവിടെ ഒരു നിഷ്പക്ഷ സംഘം ഉണ്ടാക്കി. ആ നിഷ്പക്ഷ സംഘത്തിൽ 5-6 പേരാണ് പങ്കെടുത്തത് ആകെ. അതിലൊന്ന് കുഞ്ഞുമാജി, സീതി സാഹിബിൻ്റെ പാപ്പ സീതി മുഹമ്മദ് സാഹിബ്, പിന്നെ പുത്തം വീട്ടിൽ കുഞ്ഞുമുഹമ്മദാജി, മറ്റേ കുഞ്ഞുമാജിയുടെ ഫാദറുണ്ടോ, അവർ 3 പേരും കൂടിയിട്ടാണ് ഇതിനോട് തീരുമാനം ഉണ്ടാക്കിയത്. വക്കം മുഹമ്മദ് അബ്ദുൽ ഖാദർ മൗലവി, ഷെയ്ഖ് മാഹിൻ ഹമദാനി തങ്ങൾ, ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി, കോട്ടപ്പുറത്ത് സീതി മുഹമ്മദ് സാഹിബ്, KM മൗലവി, മണപ്പാട്ട് കുഞ്ഞി മുഹമ്മദ് ഹാജി, കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവി, EK മൗലവി, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്, KM സീതി സാഹിബ് തുടങ്ങിയ ദേശീയ സമരരംഗത്ത് സജീവമായി നിന്ന നേതാക്കളും പണ്ഡിതരുമാണ് മുസ്ലിം ഐക്യസംഘമെന്ന മഹാപ്രസ്ഥാനത്തിൻ്റെ ശില്പികൾ. ഖുർആനിലേക്കും സുന്നത്തിലേക്കും മലയാളി മുസ്ലിങ്ങളെ അവർ ക്ഷണിച്ചു. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും വെടിഞ്ഞാലേ ഐക്യപ്പെടൂ എന്ന് അവർ മുസ്ലിങ്ങളെ ബോധ്യപ്പെടുത്തി. ആധുനിക വിദ്യാഭ്യാസം പ്രചരിപ്പിച്ചു. ആയിരങ്ങൾക്ക് അക്ഷര വെളിച്ചം നൽകിയ ഫറൂഖ് കോളേജ് ഐക്യസംഘത്തിൻ്റെ പ്രവർത്തന ഫലമാണെന്ന സത്യം മലയാളികൾക്കറിയുമോ? വിജ്ഞാനത്തിൻ്റെ പ്രകാശഗോപുരമായി ഫറൂഖ് കോളേജും അനുബന്ധ സ്ഥാപനങ്ങളും ഇന്ന് മലയാളികളുടെ ഹൃദയഭിത്തിയിൽ തിളങ്ങി നിൽക്കുന്നു. ചിലപ്പോഴെല്ലാം ചരിത്രം വഴിമാറും. ഓർമ്മപ്പെടുത്തലുകൾ പ്രസക്തമാകുന്നത് അപ്പോഴാണ്. കേരളത്തിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഐക്യസംഘം സംഘടിപ്പിച്ച വാർഷിക സമ്മേളനങ്ങൾ ചരിത്രത്തിലെ നാഴികക്കല്ലുകളായിരുന്നു. വിഖ്യാതരായ പണ്ഡിതരും നേതാക്കളും ഈ സമ്മേളനങ്ങളിൽ സംബന്ധിച്ചു. മലബാറിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റിയ തിരൂരങ്ങാടി യത്തീംഖാന, ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, അറബി കോളേജ് എന്നിവ നവോത്ഥാന ചരിത്രത്തിൽ ഇടം നേടിയ മഹാസ്ഥാപനങ്ങളാണ്. നവോത്ഥാന നായകനും മലയാള നാട് കണ്ട
അതുല്യ പ്രതിഭകളിൽ ഒരാളുമായ KM മൗലവി തിരൂരങ്ങാടിയെ എങ്ങനെയെല്ലാമാണ് കേരള ഭൂപടത്തിൽ അടയാളപ്പെടുത്തിയത്? നവോത്ഥാന നായകരുടെ പരിശ്രമത്തിൻ്റെ വിലയറിയാൻ മലയാളി മുസ്ലിങ്ങൾ കഴിഞ്ഞുപോയ ഇരുണ്ട അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കണം. സീസാറിൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് ഈ തീരുമാനത്തിൽ പോയിരുന്നത്. സത്താർച്ചേട്ടുണ്ടാവില്ല, സത്താർച്ചേട്ടും കണ്ടു. അങ്ങനെ 14 കുട്ടികളെന്നാണ് പള്ളി ചേർത്തത് ആദ്യത്തെ ദിവസം. ആദ്യം JDTയുടെ ശാഖയിൽ, പിന്നീട് അത് ഒഴിവാക്കി ഒരു കൊല്ലം ശാഖയിട്ട് നടന്നു. മുസ്ലിങ്ങൾ ഏകദൈവാരാധനയിൽ നിന്ന് വ്യതിചലിച്ച് ശവകുടീരാരാധനയിലും പൈശാചിക സേവകളിലും ക്ഷുദ്ര ചികിത്സകളിലും ആത്മനിർവൃതി കണ്ടെത്തിയിരുന്നു. പൗരോഹിത്യം തീർത്ത ഭീതിയിലായിരുന്നു പാമര ജനത. ജിന്നിൻ്റെയും പിശാചിൻ്റെയും ഒടിയന്മാരുടെയും റൂഹാനികളുടെയും ഇല്ലാക്കഥകൾ പുരോഹിതർ നാടുനീളെ പ്രചരിപ്പിച്ചു. ഷീയികളും സൂഫികളും കേരള മണ്ണിലേക്ക് ഇറക്കുമതി ചെയ്ത പക്ഷിപ്പാട്ട്, കുപ്പിപ്പാട്ട്, മാലപ്പാട്ട് തുടങ്ങിയവ മാത്രമായിരുന്നു മുസ്ലിങ്ങളുടെ മതപരമായ അറിവ്. കൊണ്ടോട്ടിക്കാരും പൊന്നാനിക്കാരും ഷീയികളുടെ ആചാര വൈകൃതങ്ങളുടെ പ്രചാരകരായി. ഷെയ്ത്താൻ കുക്കും മന്ത്രവാദികളുടെ വിളയാട്ടവും എങ്ങും വ്യാപകമായിരുന്നു. ഹോമവും മന്ത്രവും കൂടോത്രവുമെല്ലാം വൻ പ്രചാരം നേടി. ദുർമന്ത്രവാദികളുടെ പീഡനമേറ്റ് മരിക്കുന്നവരുടെ എണ്ണം പേടിപ്പെടുത്തുന്നതായിരുന്നു. അക്ഷരങ്ങളോടും അക്ഷരമുറ്റത്തോടും തുറന്ന യുദ്ധത്തിലായിരുന്ന മലയാളി മുസ്ലിങ്ങൾ സ്ത്രീകൾക്ക് കയ്യെഴുത്ത് പഠിക്കൽ നിഷിദ്ധമെന്ന പുരോഹിതർ മതവിധി നൽകി. മലയാളം ആര്യനെഴുത്തായും ഇംഗ്ലീഷ് നരകഭാഷയായും കണക്കാക്കപ്പെട്ടു. അനാഥശാലകളെ നഖശിഖാന്തം എതിർത്തു. ജനനം, മരണം, വിവാഹമെന്നീ അവസരങ്ങളിൽ മതവാണിഭക്കാർ അഴിഞ്ഞാടി. സ്ത്രീധനമെന്ന ദുരാചാരത്തിന് പുരോഹിതർ മതത്തിൻ്റെ പിൻബലം നൽകി. അവർ അതിൻ്റെ വിഹിതവും പറ്റി. കണ്ണോക്കും 40 ആണ്ടും ഖബറിനരികിലെ ഓത്തുമായി പുരോഹിതവർഗം മരണവീടിനെ പിഴിഞ്ഞു. മദ്രസ വിരോധം, യതീംഖാന വിരോധം, സ്കൂൾ വിരോധം എന്നിവയെല്ലാം പുരോഹിതർ അറിവില്ലാത്തവരുടെ തലച്ചോറിലേക്ക് കുത്തിക്കയറ്റി. സക്കാത്തിനെക്കുറിച്ച് മുസ്ലിങ്ങൾക്ക് ബോധമുണ്ടായിരുന്നില്ല. അന്നത്തെ പാരമ്പര്യ വേഷവിധാനങ്ങൾ ഇസ്ലാമിൻ്റേതാണെന്ന് വിശ്വസിക്കപ്പെട്ടു. തല മൊട്ടയടിക്കൽ പോലും പുണ്യമായി ഗണിച്ചു. കൊടിക്കുത്ത് നേർച്ച, ഉറൂസ്, ചന്ദനക്കുടം എന്നിവ ഇസ്ലാമിൻ്റെ ആഘോഷങ്ങളായി ആചരിക്കപ്പെട്ടു. മന്ത്രങ്ങൾ, മഷിയെഴുത്ത്, മൗലീദ്, റാത്തീബ്, നൂല്, ഏലസ്, മാരണം, ജാറം മൂടൽ, കൂട്ടബാങ്ക് വിളി തുടങ്ങിയവ ചികിത്സയ്ക്ക് പകരമായി ഉപയോഗിച്ചു. അത്യധികം ദയനീയമായിരുന്നു മുസ്ലിങ്ങളുടെ അവസ്ഥ. കേരളവും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെപ്പോലെ അന്ധവിശ്വാസത്തിലും അനാചാരത്തിലും മുങ്ങിക്കുളിച്ച് നിൽക്കുകയായിരുന്നു. വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ മുസ്ലിങ്ങൾ വളരെ പിന്നോക്കമായിരുന്നു. എന്നാൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ഉത്ഭവത്തോടുകൂടി കേരളം ഡൽഹി കഴിച്ചാൽ പിന്നെ 100% വിദ്യാഭ്യാസമുള്ള പ്രദേശം, സ്റ്റേറ്റ് എന്ന് പ്രഖ്യാപിക്കുന്ന നിലവാരത്തിലോളം ഉയരുകയുണ്ടായി. അതിന് പ്രധാനമായ കാരണക്കാർ കേരള ഉത്തര മുജാഹിദീനും അതിൻ്റെ പ്രവർത്തനങ്ങളുമാണ്. മുസ്ലിങ്ങൾ വളരെ ചെറുപ്പത്തിൽ ഞാൻ പൊന്നാനിയിൽ പോയി ഒരു പ്രസംഗം നടത്തേണ്ടി വന്നിട്ടുണ്ട്. ഹിന്ദു മാഷന്മാർ പഠിപ്പിക്കുന്ന സ്കൂളിൽ മുസ്ലിം പെൺകുട്ടികളെ പറഞ്ഞേക്കാൻ പാടില്ല എന്നൊരു പ്രചാരണമുണ്ടായിരുന്നു അവിടെ. അതിനെതിരിൽ പ്രസംഗിക്കാനാണ് എന്നെ എൻ്റെ ചെറുപ്പത്തിൽ ക്ഷണിച്ചത്. ഞാനന്ന് പോയി അതിന് മറുപടി പറഞ്ഞത് എനിക്ക് നന്നായി ഓർമ്മയുണ്ട്. ആ അവസ്ഥയിൽ നിന്ന് കേരളം പൂർണ്ണമായും മോചിതമാവുകയും 100% കേരളത്തിൽ വിദ്യാഭ്യാസത്തിന് തടസ്സം നിൽക്കാത്ത വിധം മുസ്ലിങ്ങൾ പരിവർത്തനത്തിന് വിധേയരാകുകയും ചെയ്തു. അതിന് കാരണം മുജാഹിദ് പ്രസ്ഥാനമാണ്, ഇസ്ലാഹി പ്രസ്ഥാനമാണ്. ആ കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. ആർക്കും അതിനെ എതിർക്കാനും കഴിയുകയില്ല. ഇത്തരമൊരു ഇരുണ്ട കാലത്തെയാണ് മുജാഹിദുകൾ അഭിസംബോധന ചെയ്തത്. മുജാഹിദുകൾ നടത്തിയ നവോത്ഥാന പ്രവർത്തനങ്ങളുടെ സത്ഫലങ്ങൾ ആർക്കും കാണാനാവും. നവോത്ഥാനത്തിൻ്റെ എതിരാളികൾ പോലും മുജാഹിദ് പ്രസ്ഥാനം വെട്ടിയ വഴിയിലൂടെ സഞ്ചരിക്കുന്നു. ഇന്ന് അന്ധവിശ്വാസങ്ങളോട് സമൂഹത്തിൽ പൊതുവെ അവജ്ഞാമനോഭാവമുണ്ടായി. നേർച്ചപ്പൂരങ്ങളോട് അത് നടത്തുന്നവർക്ക് പോലും താൽപ്പര്യമില്ലാതായി. ചികിത്സിക്കേണ്ടതില്ലെന്ന് വാദിച്ചവരുടെ പിൻഗാമികൾ
സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ സ്ഥാപിക്കുന്നു. സ്ത്രീ വിദ്യാഭ്യാസം സാർവത്രികമായി. രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളിൽ മതപരമായ ചിട്ടകൾ പാലിച്ചുകൊണ്ട് തന്നെ ധാരാളം സ്ത്രീകൾ പ്രവർത്തിക്കുന്നു. സമുദായത്തിൽ ഇംഗ്ലീഷ് സ്കൂളുകളുടെ അതിപ്രസരം നമ്മെ അത്ഭുതപ്പെടുത്തുകയാണ്. ഒട്ടുമിക്ക പള്ളികളിലും വെള്ളിയാഴ്ചകളിൽ മാതൃഭാഷയിൽ ഉദ്ബോധനം നടക്കുന്നു. അനാഥ സംരക്ഷണം സമൂഹം ഏറ്റെടുത്തു. സ്ത്രീധനം നിഷിദ്ധമാണെന്ന് ഇപ്പോൾ എല്ലാവർക്കും അറിയാം. മഹർ വിവാഹരംഗത്ത് പുനഃസ്ഥാപിക്കപ്പെട്ടു. ഈ രംഗത്തെല്ലാം ബിസ്മി നിർവഹിച്ച ത്യാഗങ്ങൾ കേരള മുസ്ലിങ്ങൾക്ക് മറക്കാനാവില്ല. ഖുർആനും സുന്നത്തുമാണ് പ്രമാണങ്ങളെന്ന ധാരണ സൃഷ്ടിക്കപ്പെട്ടു. സാമ്പത്തിക പുരോഗതി വിദ്യാഭ്യാസ രംഗത്ത് വൻ കുതിച്ചുചാട്ടത്തിന് അവസരമൊരുക്കി. മുജാഹിദ് പ്രസ്ഥാനം മലയാള മണ്ണിൽ പ്രകാശം പരത്തിയ പ്രസ്ഥാനം.